അള്ളാനെ കാണാൻ പോകുമ്പോ നബി തങ്ങളെ ഹൃദയം ശുദ്ധിയാക്കിയ പോലെ നമ്മുടെ നിസ്കാരം നമ്മുടെ മേറാജാണ്, അള്ളാഹുമായുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. അതിന് പോകുമ്പോ ഒന്ന് ശുദ്ധിയാക്കലാണ് കേട്ടോ. വുളൂവെന്ന് പറഞ്ഞാൽ ഈ വഴന്നിന്റെ ഇന്നത്തെ പ്രമേയം ഇത് തന്നെയാണ്. ഖൽബ് നന്നാക്കണം. കിബറും ഹസദും റിയാവും കൊട്ടക്കണക്കിന് നമ്മളെ ഖൽബിലുണ്ട്. നബി തങ്ങൾ പറയുകയാണ്, നമ്മുടെ അമലുകളൊക്കെ റബ്ബിലേക്ക് കൊണ്ടുപോകുമ്പോ ആകാശ ലോകത്തൊക്കെ ചെക്ക് പോസ്റ്റുകളുണ്ട്, ആകാശത്ത് ചെക്ക് പോസ്റ്റുകളുണ്ട്. ഇവിടെ വിദേശത്ത് പോകുമ്പോ ആദ്യം നിന്റെ ടിക്കറ്റ് പരിശോധിക്കുമല്ലോ, പിന്നെ നമ്മുടെ ടിക്കറ്റിന് ശേഷം പാസ്പോർട്ട് പരിശോധിക്കുമല്ലോ, പിന്നെ വിസ പരിശോധിക്കുമല്ലോ, പിന്നെ നിന്റെ ലഗേജ് പരിശോധിക്കുമല്ലോ, പിന്നെ നിന്റെ ഹാൻഡ് ബാഗ് പരിശോധിക്കുമല്ലോ, പിന്നെ നിന്റെ ബോഡി പരിശോധിക്കുമല്ലോ. ടിക്കറ്റിന്റെ പരിശോധന കഴിഞ്ഞ്, പാസ്പോർട്ടിന്റെ പരിശോധന കഴിഞ്ഞ്, വിസയുടെ പരിശോധന കഴിഞ്ഞ്, ലഗേജിന്റെ പരിശോധന കഴിഞ്ഞ്, ഹാൻഡ് ബാഗിന്റെ പരിശോധന കഴിഞ്ഞ്, ബോഡി പരിശോധനയും കഴിഞ്ഞ്, എന്നിട്ടല്ലേ ഫ്ലൈറ്റിലേക്ക് കയറുക. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ശഅബാനില നിങ്ങളെ ഇബാദത്തുകൾ ഒരു കൊല്ലത്ത് മുഴുവൻ അമലുകളും ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നത്. ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും ഖത്മുകളാണെങ്കിലും ഏത് ഇബാദത്തുകളാണെങ്കിലും റബ്ബിലേക്ക് ഉയർത്തപ്പെടുമ്പോ ഒന്നാം ആകാശത്തെ ചെക്ക് പോസ്റ്റ് നോക്കുന്നത് ഗീബത്താണ്, രണ്ടാം ആകാശത്ത് ഫഖ്റാണ്, മൂന്നാം ആകാശത്ത് കിബ്ർ കൊണ്ടുള്ള മലക്കാണ്, നാലാം ആകാശത്ത് ഹസദ് കൊണ്ടുള്ള മലക്കാണ്, പിന്നെ കിബ്ർ കൊണ്ടുള്ള മലക്കാണ്, പിന്നെ ഹസദ് കൊണ്ടുള്ള മലക്കാണ്. ഹൃദയത്തിന്റെ രോഗം എന്ന മലക്കുകളുണ്ട്. പെണ്ണുങ്ങളെ, പെങ്ങളിലേക്ക് നിങ്ങൾ വള കൊടുത്താലും, യതീംഖാനക്ക് നിങ്ങൾ മാല കൊടുത്താലും, നിങ്ങൾ എത്ര ദാനം കൊടുത്താലും, നിസ്കരിച്ചാലും നോമ്പെടുത്താലും, ശഅബാൻ മാസത്തിൽ മലക്കുകൾ ഇതെല്ലാം റബ്ബിലേക്ക് കൊണ്ടുപോകുമ്പോ ഒന്നാം ആകാശത്ത് ചെല്ലുമ്പോ ഇമാം മുആദ് തങ്ങളാണ് ഇത് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്നാം ആകാശത്തെ മലക്കിന്റെ ചെക്ക് പോയിന്റില് ഗീബത്തുണ്ടോ, രണ്ടിൽ നോക്കുന്നത് കിബറുണ്ടോ, പിന്നെ നോക്കുന്നത് ഹസദുണ്ടോ. ഇങ്ങനെ കൽബിൽ കുറെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ എത്രമേൽ ഇബാദത്തിന്റെ മല പോലെ ഉണ്ടെങ്കിലും കാര്യമില്ല. അതുകൊണ്ട് റബ്ബ് നോക്കുന്നത് അമലിന്റെ കൂമ്പാരങ്ങളല്ല, സംശുദ്ധമായ മനസ്സുണ്ടോ, കറകളഞ്ഞ മനസ്സുണ്ടോ. അതല്ലേ ഖുർആൻ പറയുന്നത്. പ്രപഞ്ചത്തിന്റെ 7 വിസ്മയങ്ങളെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്, സൂര്യനെയും ചന്ദ്രനെയും രാത്രിയെയും പകലിനെയും എല്ലാത്തിനെയും സത്യം ചെയ്ത് ഖുർആൻ പറയുകയാണ്. വശംസി വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ വസ്സമായി വമാ ബനാഹാ വല്ലർളി വമാ തുഹാഹാ വനഫ്സിൻ വമാ സവ്വാഹാ. ഏറ്റവും വിസ്മയമുള്ള 7 പ്രപഞ്ച വിസ്മയങ്ങളെ സത്യം ചെയ്ത് റബ്ബ് പറയുന്നത്, ഖദ് അഫ്ലഹ മൻ സക്കാഹാ, ഖൽബ് ശുദ്ധിയാക്കിയവൻ വിജയിച്ചു എന്നുള്ളതാണ്. എത്ര മജ്ലിസുൻ നൂർ ഉണ്ടെങ്കിലും, എത്ര സ്വലാത്ത് ഉണ്ടെങ്കിലും, ദിക്റുമാല കയ്യിലുണ്ടെങ്കിലും, തസ്ബീഹിന്റെ യന്ത്രം കൈവിരലുണ്ടെങ്കിലും, കിബറുള്ള മനസ്സ് വേണ്ട, അസൂയും പകഴിയും വേണ്ട. ശഅബാൻ വരുമ്പോഴേക്ക് നബി തങ്ങൾ കൊടുക്കുന്ന ഉപദേശം അതാണ്, തുഹിറൂ ഖുലൂബകും വഖ്ലിസു വഹ്സിനൂ നിയ്യാതികും. നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അഹ്മദ് ഇബ്നു ഹംബലിന്റെ ഒരൊറ്റ ചരിത്രം മാത്രം ഞാൻ പറയാം. ആരാണ് അഹ്മദ് ഇമാം? ആരാണ് അഹ്മദ് ഇബ്നു ഹംബൽ? കുറച്ച് മുമ്പ് വരെ ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. മദ്ഹബിന്റെ ഇമാമാ. അദ്ദേഹം മരിച്ച അന്ന് 8 ലക്ഷം ആൾക്കാർ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ഇന്ന് വിമാനമുണ്ട്, ട്രെയിനുണ്ട്, കാറുണ്ട്, ജീപ്പുണ്ട്, ബസ്സുണ്ട്, ലോറിയുണ്ട്, വാഹനങ്ങളുണ്ട്. ഇതൊന്നുമില്ലാത്ത 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് അഹ്മദ് ഇബ്നു ഹംബലിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ 8 ലക്ഷം ജനങ്ങൾ പങ്കെടുത്തു. ഇന്ന് ഞാൻ പറയട്ടെ, 8 ലക്ഷം ആൾക്കാർ പങ്കെടുക്കുന്ന മയ്യത്തുകാരം നമ്മുടെ നാട്ടിൽ പോലും ഇല്ലല്ലോ. വിമാനമുണ്ട്, ട്രെയിനുണ്ട്, ജീപ്പുണ്ട്, കാറുണ്ട്, എന്നിട്ട് പോലും 8 ലക്ഷം ആൾക്കാർ പങ്കെടുക്കൂല. എന്നാൽ 1000 കൊല്ലം മുമ്പ് കൈതപ്പുറത്തും കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും നടന്നും 8 ലക്ഷം ആൾക്കാർ മയ്യത്ത് നിസ്കരിച്ചു അഹ്മദ് ഇബ്നു ഹംബലിന്റെ. അത് കണ്ടപ്പോ ഗാംഭീര്യം കണ്ടിട്ട് 20,000-ഓളം ക്രിസ്ത്യാനികൾ മുസ്ലിമായി എന്ന് അല്ലാമ ഇബ്നു കസീർ അൽ ബിദായത്തു വന്നിഹായിൽ രേഖപ്പെടുത്തുന്നുണ്ട്.
ശരിക്കും മനസ്സിലാക്കണം. മദ്ഹബിന്റെ ഇമാമായ അഹ്മദ് ബിൻ ഹംബൽ മരിച്ച അന്നത്തെ 8 ലക്ഷം മയ്യത്ത് നിസ്കരിക്കാവുന്ന ആൾക്കാരെ കണ്ടിട്ട് 20,000 ക്രിസ്ത്യാനികൾ മുസ്ലിമായി. അങ്ങനത്തെ മഹാനപ്പ ആരാൻ? 7ാമത്തെ വയസ്സിൽ ഖുർആൻ ഹാഫിളായി 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കി. അങ്ങനത്തെ ലോകം കണ്ട പ്രഗത്ഭനായ പണ്ഡിതൻ മരിക്കാൻ കിടക്കുമ്പോ സ്വന്തം മകനായ അബ്ദുള്ള വന്നിട്ട് കലിമ ചൊല്ലിക്കൊടുക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. 10 ലക്ഷം ഹദീസ് മനപ്പാഠമുള്ള ഇമാം 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനപ്പാഠമാക്കി ഇമാം മകൻ കലിമ ചൊല്ലിക്കൊടുത്തപ്പോ പറഞ്ഞത് എന്താണെന്നറിയോ? ലാ 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 ഇല്ലാ ഇല്ലാ ഇല്ലാ. നിഷേധിച്ചപ്പോ മകനങ്ങ് കരയുകയാണ്. കുടുംബക്കാരെ കരഞ്ഞുകൊണ്ട് ചിന്തിക്കുകയാണ്. മദ്ഹബിന്റെ ഇമാമാണല്ലോ, ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാഠമുള്ളവരാണല്ലോ, ഖുർആൻ പഠിച്ചവരാണല്ലോ, ലക്ഷക്കണക്കിന് ശിഷ്യരുള്ളവരാണല്ലോ, എന്നിട്ടും കലിമ ചൊല്ലിക്കൊടുത്തപ്പല്ല എന്തേ നിഷേധിച്ചത്? അഹ്മദ് ബിൻ ഹംബൽ മെല്ലെ പറയുകയാണ്, മോനെ ഞാൻ കലിമ നിഷേധിച്ചതല്ല. എന്റെ തൊട്ട് മുമ്പിൽ ഇബ്ലീസ് ഉണ്ട്, എന്റെ തൊട്ട് മുമ്പിൽ ശൈത്താനുണ്ട്. അവൻക്ക് ഇങ്ങനെ കിബറുണ്ടാക്കി തരാണ്. അവൻ എന്നോട് പറയാണ്, ഓ ഇമാമേ, നിങ്ങൾ മരിക്കാൻ പോകാണല്ലേ, നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു കേട്ടോ, ഇതുവരെ നിങ്ങളെ പിഴപ്പിക്കാതെ എനിക്ക് കഴിഞ്ഞിട്ടില്ല, നിങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കാതെ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, നിങ്ങളെ മുമ്പിൽ ഞാൻ തോറ്റു, നിങ്ങൾ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ എന്ന് ഇബ്ലീസ് എന്നോട് ഇങ്ങനെ പറയുമ്പോ അവനോടാണ് ഞാൻ മറുപടി പറഞ്ഞതല്ല, ഇല്ല, നീ തോറ്റു എന്ന് പറയാനായിട്ടില്ല, ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാനായിട്ടില്ല, ഈ മാങ്കിട്ടി മരിച്ചാനല്ലാതെ അങ്ങനെ പറഞ്ഞൂടാ. മോനെ, ഞാൻ മരിക്കാൻ നേരത്ത് ഇബ്ലീസ് എന്റെ മുമ്പിൽ തോൽവി സമ്മതിക്കുമ്പോ എനിക്കൊരു കിബറുണ്ടാവും. ഓ, ഇബ്ലീസ് പോലും തോൽവി സമ്മതിച്ചല്ലോ എന്ന കിബറുണ്ടായാൽ അണുമണി തൂക്കം കിബറുണ്ടെങ്കിൽ സ്വർഗം കിട്ടൂല എന്നല്ലേ? കിബറ് കൊണ്ട് എന്നെ നശിപ്പിക്കാമെന്നതാ. ഇനി എന്റെ വാത് കേൾക്കുന്ന സഹോദരങ്ങളെ, ആരാണ് അഹ്മദ് ബിൻ ഹംബൽ? ലോകം കണ്ട പണ്ഡിതനാണല്ലോ. മരിക്കാൻ നേരത്തെ മഹാന്റെ ഈമാൻ പോലും നശിപ്പിക്കാൻ കിബറുണ്ടാക്കി കൊടുത്തെങ്കിൽ ചണ്ടികളും ചമ്മലുകളുമായ നമ്മളെ ഈമാൻ ഊരുമെന്ന് ഉറപ്പാണല്ലോ. അതുകൊണ്ട് ജാഗ്രത വേണം. അത് ഖൽബ് ശുദ്ധിയാക്കേണ്ട വിഷയത്തിന് തന്നെയാണ്. സ്വഹാബികൾ വന്ന നബിതങ്ങളെ ഭാര്യമാരോട്, ജുവൈരിയയോട്, ഉമ്മു സലമയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നബിതങ്ങളെ ദുആ കേട്ടവരാണല്ലോ, നബിതങ്ങൾ എപ്പോഴും അധികരിപ്പിച്ച ദുആ, നബിതങ്ങൾ എപ്പോഴും ദുആ ചെയ്തിരുന്ന ദുആ ഏതാണ് ഉമ്മു സലമ? നബിതങ്ങളെ ഭാര്യമാര് പറയുന്നുണ്ട്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹ്, എന്റെ കൽബിനെ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ഇതാണ് നബിതങ്ങൾ എപ്പോഴും ദുആ ചെയ്തത്. എന്റെ സഹോദരിമാരെ, കൊയ്യുന്നും കിബറൊക്കെ ഉണ്ടാകും, അസൂയ ഉണ്ടാകും. കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ ഉഷാറാകുമ്പോ പെണ്ണുങ്ങൾ തമ്മിൽ അസൂയ ഉണ്ടാകും, കുശുമ്പുണ്ടാകും. ഞാൻ പറയട്ടെ, അല്ലാഹു മാപ്പ് തരൂല. നിസ്കരിക്കുമ്പോ കുറച്ച് ചോരണ്ടെങ്കിലും മാപ്പുണ്ട്, കുറച്ച് നജസ് കുപ്പായത്തിലുണ്ടോ മാപ്പുണ്ട് കേട്ടോ. നിസ്കരിക്കുമ്പോ ഒരു അനക്കമാണെങ്കിലും മാപ്പുണ്ട്, 2 അനക്കമാണെങ്കിലും മാപ്പുണ്ട്, തുടരെ അല്ലെങ്കിൽ 10 അനക്കമാണെങ്കിലും മാപ്പുണ്ട്. ഇനി കുറച്ചൊക്കെ ചെറിയ കുഴപ്പമുണ്ടെങ്കിലും മാപ്പുണ്ട്. ഔറത്ത് കുറച്ച് വെളിവായ അപ്പൊ തന്നെ ശരിയാക്കിയ മാപ്പുണ്ട്. ചോറുണ്ടെങ്കിൽ പോലും മാപ്പുണ്ട്. കാരണം കുറച്ചുണ്ടെങ്കിൽ മാപ്പുണ്ട്. പക്ഷേ കിബർ അണുമണി ഉണ്ടെങ്കിലും അസൂയ അണുമണി ഉണ്ടെങ്കിലും മാപ്പുണ്ട് എന്ന ഹദീസില്ല കേട്ടോ. പടച്ചോ പിടിക്കുന്നത് എവിടെയാണ്? ഇബ്ലീസ് പിഴച്ചത് കിബർ കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് കിബർ ഉണ്ടാവരുത്, അസൂയ ഉണ്ടാവരുത്. അതോടെ അല്ലാഹുവിന്റെ റസൂല് ശഅബാൻ വന്നാൽ കൊടുത്തിരുന്ന ഉപദേശം, ഖൽബ് നന്നാക്കണേ, ഖൽബ് നന്നാക്കണേ, വിട്ടുവീഴ്ചയാവരുത്. സഹോദരങ്ങളെ പറയാൻ ഒരുപാട് കാര്യമുണ്ട്. വിശുദ്ധമായ റമളാനിലേക്ക് കയറുമ്പോ ഖൽബ് നന്നാക്കാതെ നിങ്ങളെ വീട്ടിലേക്ക് ഗസ്റ്റ് വരുമ്പോ, VIP-കൾ വരുമ്പോ നിങ്ങൾ കുറെ സ്പ്രേ അടിക്കുകയാണ്. അവിടെ പൂച്ചക്കാട്ടമുണ്ട്, പൂച്ച പീറ്റിട്ടുണ്ട്. ദുർഗന്ധമുള്ള പൂച്ചയുടെ കാട്ടം ശുദ്ധിയാക്കാതെ എത്ര സ്പ്രേ അടിച്ചിട്ട് കാര്യമുണ്ടോ? ആദ്യം മാലിന്യം നീക്കണം, പിന്നെ
പിന്നെയാ സ്പ്രേ അടിക്കേണ്ടത്. റമദാൻ സ്പ്രേയുടെ സമയമാണ്, റമദാൻ ഖുർആനിന്റെ സമയമാണ്, റമദാൻ ഇത്തികാഫിന്റെ സമയമാണ്, റമദാൻ സദഖന്റെ സമയമാണ്. അതിനു മുമ്പ് ഖൽബ് ശുദ്ധിയാക്കണേ. എപ്പോഴും ശുദ്ധിയാക്കലാണ് വരുത്. നമ്മുടെ കലിമ പോലും അതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഇലാഹാണെന്ന് പറയുന്നതിന് മുമ്പേ ഒന്നും ഇലാഹല്ല എന്നാദ്യം ശുദ്ധിയാക്കുകയാണ്. ഒരു ഇലാഹുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു ഇലാഹാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശഅബാൻ വരുമ്പോൾ നബിതങ്ങൾ പ്രത്യേകം പറഞ്ഞത് തഹീറു ഖുലൂബക്കും. ഇന്നത്തെ കാലത്തും നമുക്ക് അനിവാര്യം അത് തന്നെയാണ്, ഖൽബിന്റെ ശുദ്ധീകരണമാണ്. സമ്പത്തിന്റെ ആധിക്യവും സമ്പത്തിന്റെ വളപ്പളപ്പിലും മറ്റും നമ്മൾ അഹങ്കാരം കിബറും നടിച്ചു പോകുന്ന ഈ ലോകത്ത് ഇതിനൊന്നും ആളില്ല. മരിക്കാൻ നേരത്ത് നമ്മുടെ കുടുംബത്തിന് കൊടുക്കാൻ എന്തെങ്കിലും ഒരു സുഹൃതങ്ങൾ നന്മകൾ നമുക്കുണ്ടോ എന്ന് നമ്മളൊരു ആത്മവിചിന്തന നടത്തുക. ഇമാം അഅ്മശ് എന്ന മഹാൻ ബുഖാരി ഇമാമിന്റെ മശായിഖ്പ്പെട്ട ആൾക്കാരാണ്. അഅ്മശ് എന്ന ഇമാം മരിക്കാൻ നേരത്തെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ കരയാണ്, നിങ്ങളെ ബാപ്പ മരിക്കുകയാണല്ലോ, മക്കളൊക്കെ ഇങ്ങനെ സങ്കടപ്പെടുകയാണ്, ബാപ്പ മരിക്കുകയാണല്ലോ. അപ്പൊ അഅ്മശ് ഇമാം റളിയല്ലാഹു പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ നിന്നെ പറ്റി കരയില്ലേ, ഞാൻ മരിക്കുകയാണെന്ന് കരുതിട്ട് നിങ്ങൾ കരയണ്ട, എന്നെ അള്ളാഹ് വെറുതെ ആക്കൂല. കാരണം 60 കൊല്ലമായി ഒരു ജമാഅത്ത് പോലും നിങ്ങളെ ബാപ്പാക്ക് മുടങ്ങിയിട്ടില്ല. 60 കൊല്ലമായി ഇമാമ തക്ബീർ കെട്ടി ഉടനെ തക്ബീർ കെട്ടുക എന്ന ഫളീലത്ത് നിങ്ങളെ ഈ ബാപ്പാക്ക് മുടങ്ങിയിട്ടില്ല. 1 കൊല്ലമല്ല 2 കൊല്ലമല്ല 60 കൊല്ലം ജമാഅത്ത് മുടങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇമാമ തക്ബീർ കെട്ടി ഉടനെ തക്ബീർ കെട്ടുക എന്ന പുണ്യം ഈ ബാപ്പാക്ക് മുടങ്ങിയിട്ടില്ല. മക്കളെ, ഇനി നിങ്ങളെ കരുതി കരഞ്ഞോ, എന്നെ പറ്റി കരയണ്ട. അല്ലാഹു വെറുതാക്കൂല.